ആശാപ്രവർത്തകർ സമരം തുടരും. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ഹിയറിംഗിൽ ആവശ്യങ്ങളുടെ കരട് സമർപ്പിച്ചു. 27 ആവശ്യങ്ങളാണ് സമിതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആവശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും വരെ സമരം തുടരുമെന്നാണ് സമരസമിതി നേതാവ് MA ബിന്ദു പറയുന്നത്. 5ാം ഘട്ട സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകളിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും ബിന്ദു പ്രതികരിച്ചു. ആഷിൻ ഡിയേഗോ വിവരങ്ങളുമായി. ആഷിൻ, ഇപ്പോൾ എന്താണ് ആശാ പ്രവർത്തകരുടെ തീരുമാനം? സമരത്തിന് മറ്റൊരു രീതിയിലേക്ക് സമരം നീങ്ങുകയാണോ? എന്താണ് അവർ അറിയിക്കുന്നത്? സ്മൃതി, തീർച്ചയായും ആശമാരുടെ സമരം 141 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതിയുടെ വിദഗ്ധ സമിതിയുടെ ഒരു ഹിയറിംഗും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ 5ാം ഘട്ട സമരപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 5ാം ഘട്ട സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകളിൽ 100 ദിവസം നീളുന്ന 1000 പ്രതിഷേധ ധർണ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു ഹിയറിംഗിൽ ഇവരുടെ ആവശ്യങ്ങൾ 27 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കരട് സമർപ്പിച്ചിട്ടുണ്ട്. അനുകൂല നിലപാടുണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ആശമാരുള്ളത്. ഈ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ഈ സമിതിയിലുള്ള ആളുകൾ ചോദിച്ചിരുന്നു. പക്ഷേ ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം എന്നുള്ളതാണ്. ഇപ്പോൾ മിനി നമുക്കൊപ്പം ചേരുന്നുണ്ട്. 5ാം ഘട്ട സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ ഒരു പ്രതിഷേധ ധർണ 1000 പഞ്ചായത്തുകളിൽ പ്രതിഷേധ ധർണയാണ് സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഞങ്ങൾ 4 ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരം യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ട് ഏതാണ്ട് 10 ദിവസം കഴിയാണ്. ഞങ്ങൾ 1000 പ്രതിഷേധ സദസ്സുകൾ ഈ കേരളത്തിൽ സംഘടിപ്പിക്കുന്നു. കാരണം ഈ സമരയാത്രയിലുടനീളം കണ്ടത് ആളുകളുടെ വലിയൊരു പിന്തുണയും ആളുകൾ ഈ സമരത്തെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നതുമാണ്. അപ്പോൾ അത് താഴെത്തട്ടിൽ കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് തലത്തിൽ, താഴെത്തലത്തിൽ, ആവശ്യമെങ്കിൽ വാർഡ് തലങ്ങളിൽ വരെ ഈ പ്രതിഷേധം കൊണ്ടെത്തിക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ 1000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കും. അത് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. അതിലൂടെ ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ വരെ ഈ സമരത്തിന്റെ സന്ദേശം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ്. 5ാം ഘട്ട സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബിന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ ഹിയറിംഗിൽ 27 ആവശ്യങ്ങൾ ഉന്നയിച്ചല്ലോ. എങ്ങനെയായിരുന്നു ഒരു സമീപനം എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ വിഷയങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറായി. അതിനകത്ത് അവർക്ക് വ്യക്തത വരേണ്ടുന്ന വിഷയങ്ങളിൽ നമ്മളോട് ചോദിച്ചു. പിന്നെ NHMന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവരോടും ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ഈ 141 ദിവസമായിട്ട് നടക്കുന്ന സമരത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ഈ തെരുവിലും വെയിലും മഴയൊക്കെ കൊണ്ടിരിക്കുന്നതിന്റെയും കൂടെ പശ്ചാത്തലത്തിൽ അവര് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെ കമ്മിറ്റിക്ക് റിപ്പോർട്ടല്ലേ സമർപ്പിക്കാൻ നിൽക്കും. സർക്കാരാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മള് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞത്. ജെന്യുവിനായിട്ട് ആശാവർക്കർമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, വേതനത്തിന്റെയും വിരമിക്കലാനുകൂല്യം മാത്രമല്ല മറ്റു വിഷയങ്ങളും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അനുകൂല റിപ്പോർട്ട് തന്നെ സമർപ്പിക്കും, അതിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. റിപ്പോർട്ട് എങ്ങനെ കൊടുത്താലും തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. എങ്കിലും ഇപ്പോൾ ഈ സമിതി ഇങ്ങനെ ഹിയറിംഗ് കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണല്ലോ 5ാം ഘട്ട സമരപ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഒരു ഹിയറിംഗിന്റെ എന്തായിരിക്കും എന്നുള്ള കാത്തിരിക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഇന്ന് തന്നെ അവര് ഈ നമ്മളോടൊപ്പം തന്നെ ബാക്കി 4 യൂണിയനുകളെ കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഈ അധ്യക്ഷ ശ്രീമതി ഹരിത എസ് കുമാർ AS ഒഴിച്ച് ബാക്കി അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഏകദേശം വിഷയങ്ങൾ അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അവര് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു വളരെ കാലതാമസമില്ലാതെ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കും. ഞങ്ങൾക്കും ഇവിടെ ഇങ്ങനെ സമരം നീട്ടിക്കൊണ്ട് പോകണമെന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് സമരം ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കണം. അതുകൊണ്ട് മാഡം കഴിയുന്നത്ര വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സമിതി റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ അതുവരെ സമരം തുടരാൻ തന്നെയാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. 5ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകളിൽ 1000 ദിന പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ എന്തായാലും ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ആഷിൻ ഡിയോഗോ ആണ് വിവരങ്ങൾ നൽകിയത്.